dentalexperience.in വെബ്സൈറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ദന്തചികിത്സയ്ക്കായി തയ്യാറെടുക്കുന്നുവെങ്കിൽ നല്ല തീരുമാനങ്ങൾക്കായി നിർബന്ധമായും ഈ വെബ്സൈറ്റ് സന്ദർശിക്കൂ. നമസ്കാരം, ഡോക്ടർ സബി വർഗീസ്. ഞാനിന്ന് സംസാരിക്കുന്നത് കോൺഫിഡൻസ് ഡെൻറ്റിസ്ട്രീനെ പറ്റിയാണ്. ഒരു ആത്മവിശ്വാസം നൽകുന്ന ദന്തചികിത്സകളെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയാണ്. ഈ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്നുള്ള പദം തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ യഥാർത്ഥാർത്ഥം ത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഈ എൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിന് വരുന്ന പലരിലോട് ഞാൻ ചോദിക്കും, നിങ്ങളെന്തിനാ പല്ലിൻ്റെ ഗ്യാപ്പ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ സ്റ്റെയിൻ മാറ്റുന്നത്, അല്ലെങ്കിൽ പല്ല് പൊങ്ങിയതിന് എന്തിനാണ് അത് നിങ്ങൾ ചികിത്സിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ എന്നെ വളരെ മോശമായിട്ട് നോക്കും. എന്താ വെച്ചാൽ, എന്ത് ഈ ഡോക്ടർക്ക് ഇതൊന്നും അറിയില്ലേ? അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും, ഞാൻ ഇങ്ങനത്തെ വിയേഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പറയാം, അല്ല, എനിക്ക് നിങ്ങളെ അറിയണം. നിങ്ങൾ ഇത്രത്തോളം ഇതിനകത്ത് അഫക്റ്റഡാണ്. ഹൗ ഫാർ യുവർ ലൈഫ് ഈസ് അഫക്റ്റഡ് വിത്ത് ദിസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ എത്രത്തോളം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതനുസരിച്ചിട്ടാണ് ഈ ചികിത്സയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് തുറന്നു പറയുന്നവർ വളരെ കുറവാണ്. പക്ഷേ അവർ പല പ്രശ്നങ്ങളെയും പറയും. അവസാനം നമ്മൾ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്ക് അവരെത്തും. അപ്പോൾ അതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ കൂടുതൽ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് നമുക്ക് പറയുന്നത്. വെറുമൊരു അപ്പിയറൻസ് അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ചികിത്സകളല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഡെൻറ്റിസ്ട്രിക്ക് ആ നിറം കൊടുക്കുമ്പോഴാണ് ഇവിടെയുള്ള ഫിയർ ഫാക്ടർ, അതായത് പേടി മാറുന്നുള്ളൂ ജനങ്ങളിൽ. അങ്ങനെയാണ് ആ ടെർമിനോളജി വന്നത്. അല്ലാതെ അതൊരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് അല്ലെങ്കിൽ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പല്ല് ക്ലീനിങ്ങാണ്. പല്ല് ക്ലീനിങ് എന്നത് പ്രിവെൻറ്റീവാണ്. സ്റ്റെയിൻസൊക്കെ കളഞ്ഞ് പല്ലിൻ്റെ വൃത്തിയാക്കി പല്ലുള്ള ഡെപ്പോസിറ്റ്സ് ഇത് കളഞ്ഞ് അതിനെ ഒരിക്കലും നമുക്ക് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് പറയാം. അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് മാത്രമല്ല, പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്, ഗം പ്രിവെൻഷനാണ്. അതെല്ലാം 6 മാസം ചെയ്യണം. അതോടൊപ്പം നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ടീത്ത് വൈറ്റനിങ്. 5-6 ഓപ്ഷൻസ് ഉണ്ട് ടീത്ത് വൈറ്റനിങ്ങിന് കേട്ടോ. 5-6 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോം വൈറ്റനിങ് കിറ്റ് 1 ഷെയ്ഡ്, 1 മണിക്കൂർ കൊണ്ട് 1 ഷെയ്ഡ് ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നതുണ്ട്. അത് തുടങ്ങി ലേസർ, പിന്നെ സൂം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് വളരെ കോമൺ ആണ്. അതിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും ഇംപ്രവൈസേഷനും നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇങ്ങനത്തെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കോസ്മെറ്റിക് കോണ്ടൂറിങ് എന്ന് പറയും. കോസ്മെറ്റിക് കോണ്ടൂറിങ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പല്ലുകളിൽ, യുവാക്കളുടെ പല്ലുകളിൽ ചിലപ്പോൾ പല്ലുകളുടെ ഷേപ്പ്, അതായത് നമ്മൾ സെറ്റായിട്ട് കുറച്ച് തിയറി ഉണ്ട്. സമൂഹത്തിന് ഈ സൗന്ദര്യത്തെ പറ്റിയുള്ള തിയറി ഉള്ള പോലെ ഡെൻറ്റിസ്ട്രിയിലും ഒരു തിയറിയൊക്കെ ഉണ്ട്. പല്ലുകളുടെ ഷേപ്പ്, യൂത്ത്ഫുൾ പല്ലുകൾ, ഫെമിനൈൻ പല്ല്, മാസ്കുലിൻ പല്ല്. അപ്പോൾ പലരിലും ഇതൊന്ന് മാറി മറിഞ്ഞൊക്കെ വരും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് നല്ല യൂത്ത്ഫുൾ ആവും, ചിരിയൊക്കെ നല്ല ഭംഗിയാവും. അപ്പോൾ അതിന് ചിലപ്പോൾ ഷേപ്പ് ചെയ്യണം. ഈ ഷേപ്പിംഗ്, ചെറിയ ഷേവിങ്, ആ ചെയ്യുന്നതിനാണ് കോണ്ടൂറിങ്, കോസ്മെറ്റിക് കോണ്ടൂറിങ് എന്നുള്ള വാക്ക് പറയുന്നത്. ഇതൊക്കെ നമുക്ക് തരുന്നത് ആത്മവിശ്വാസമാണ്. ഇതോടൊപ്പം തന്നെ അടുത്തൊരു ട്രീറ്റ്മെൻറ്റാണ് എന്ത്? കോസ്മെറ്റിക് ബോണ്ടിങ്. അതായത് കോമ്പോസിറ്റ് ഫില്ലിങ്സ് ആണ്, പക്ഷേ അതിനൊരു വാക്ക് അങ്ങനെ പോയി, ഫില്ലിങ്സ് ആണ് ബേസിക്കലി, അതിനങ്ങനെ പേര് കൊടുത്തിരിക്കുകയാണ്. അവിടെ ചെയ്യുന്നത് ഏറ്റവും ഹൈലി പോളിഷബിൾ ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസിൻ മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലിൻ്റെ കളറിലുള്ളത് വെച്ചിട്ട് പല്ലുകളെ മൊത്തം ഷേപ്പ് ചെയ്യുന്നത്, അതുപയോഗിച്ച് പല്ലുകളുടെ ഗ്യാപ്പ് അടയ്ക്കുന്നത്, പല്ലുകളെ ഫില്ല് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് ബോണ്ടിങ്, കോസ്മെറ്റിക് ബോണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ്തെറ്റിക് ഫില്ലിങ്സ് എന്നൊക്കെ പറയും. അതൊരു അട്രാക്ഷന് വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻലേസ്, ഓൺലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. പിന്നെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വെനീർസ്. വെനീർസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള സെറാമിക് ഗ്ലാസ് പീസസ് ആണ് പല്ലിലൊട്ടിക്കും. പ്രധാനമായിട്ടും പല്ലിലെ
ചെറിയ ചെറിയ ഡിഫക്ട്സ് പൊട്ടിയത് ഇതൊക്കെ ചെയ്യുന്നതിനാണ് നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചില ഫ്ലൂറോസിസ് കണ്ടൻറ്റ്, അതായത് പാലക്കാട് ആലപ്പുഴയൊക്കെയുള്ള ആൾക്കാരിൽ, ഗൾഫ് രാജ്യങ്ങളിൽ വളർന്ന കുട്ടികളിലൊക്കെ കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് അംശം കൂടുതലാണ്. ഈ പല്ലിൽ സ്പോട്ട്സ് വരും. ഈ സ്പോട്ട് കുറച്ച് റെഡായിട്ട് കിടക്കും. അപ്പോൾ അതിനെ നമ്മൾ മാറ്റുന്നതിന്, കവർ ചെയ്യുന്നതിന് ചെയ്യും. ഗ്യാപ്പ് അടയ്ക്കുന്നതിന്, പല്ലിൻ്റെ ഷേപ്പ് മാറ്റുന്നത്, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഒത്തിരി ഇൻവേസീവാണ്. കുറച്ച് പല്ല് ഷേവ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് ആ ഒരു തിക്നെസ്സിൽ വെനീഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ട്രീറ്റ്മെൻറ്റാണ് നമ്മളുടെ പല്ല് കമ്പിയിടുന്ന ട്രീറ്റ്മെൻറ്റ്. പല്ല് കമ്പിയിടുന്നത് എന്തിനാണ്? പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിട്ടുണ്ട്, സ്പേസ് ഉണ്ട്. ചിലപ്പോൾ സ്പേസ് ഉണ്ടാക്കണം, ചിലപ്പോൾ പല്ല് പൊങ്ങിയിട്ടുണ്ടാവും, താഴ്ത്തണം. ഇതെല്ലാം ചെയ്യുന്നതിന് ഇപ്പോൾ ഓർത്തഡോണ്ടിക് ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല്ല് കമ്പിയിടാതെ ഇരുന്ന് ചെയ്യുന്ന പരിപാടിയാണ്, ട്രീറ്റ്മെൻറ്റാണ് അലൈനേഴ്സ്. ഇതാണ് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നാച്ചുറൽ വേ ഓഫ് അഡ്ജസ്റ്റിംഗ് ദ ടൂത്ത് അലൈൻമെൻറ്റ്. ഇനിയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഗമ്മിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്. ഗമ്മിൻ്റെ കോണ്ടൂറിങ്. കാരണം ചില കേസുകളിൽ ഗമ്മി സ്മൈൽ ഉണ്ടാവാം, അവരുടെ ചിലപ്പോൾ ഗമ്മും പല്ലിനെ കവർ നിൽക്കാം. അങ്ങനത്തെ കേസുകളിലൊക്കെ ആ പല്ലിൻ്റെ ആ ഗമ്മിൻ്റെ ഇവിടെയുള്ള ആ ഷേപ്പ് കിട്ടുന്നതിനായിട്ട് നമ്മൾ സർജിക്കലി ലേസർ ഉപയോഗിച്ചൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ഗം കോണ്ടൂറിങ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഗമ്മിൻ്റെ കളറ് മാറ്റാം. ഗമ്മിൻ്റെ കളറ് മാറ്റുന്ന വെച്ചാൽ ഡാർക്ക് ഗമ്മുകളെ പിങ്ക് ആക്കും. ഈ പിങ്ക് ആക്കുന്ന പ്രൊസീജിയറുണ്ട് ലേസർ ഉപയോഗിച്ചിട്ട്. അതും ചിലപ്പോൾ ഒക്കെ ഈ കോസ്മെറ്റിക് എന്നുള്ള ഗണത്തിലേക്ക് പെടുത്താറുണ്ട്. ഇനി സർജിക്കലായിട്ട് ചിലപ്പോൾ കേസുകളിൽ ഗമ്മി സ്മൈൽ മാറ്റുന്നതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സർജറിയാണ്, ബേസിക്കലി മൈനർ സർജിക്കലാണ് പ്രോസസ്സസാണ്. പിന്നെ ഉള്ളത് ഒബ്വിയസ്ലി നമ്മുടെ ക്യാപ്പ്. പല്ലിൻ്റെ കുറച്ചുകൂടെ അഗ്രസീവ് ഫോമാണത്. ഇതിലൂടെ പല്ല് ഷേപ്പ് ചെയ്തിട്ട് പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിലോ ഗ്യാപ്പ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ക്യാപ്പ് ഇടും. പക്ഷേ ക്യാപ്പ് ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോസ്മെറ്റിക് ആവശ്യങ്ങൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നിർബന്ധം ചെയ്യേണ്ടത് ലെസ് ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ്സാണ്. ലെസ് ഇൻവേസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നാച്ചുറൽ ടൂത്തിനെ തൊടാത്തത്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഇതിൻ്റെ ബാലൻസ് ചെയ്ത് നോക്കണം, ഏതാണ് നല്ലത് ഏതാ ചീത്ത എന്നുള്ളതൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഇതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെസ് ഇൻവേസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിന് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം നമുക്ക് വേണ്ടി വരുന്നത് കൂടുതൽ? ഇപ്പോഴത്തെ കാലത്ത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ നമുക്കൊരാളുടെ പല്ല് കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മുമ്പിലത്തെ പല്ലില്ല എങ്കിലൊക്കെ ആ ആളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പല പരസ്യങ്ങളിലൊക്കെ കണ്ട ഒരു പല്ലില്ലെങ്കിൽ, പല്ല് വെച്ചില്ലെങ്കിൽ അപ്പോൾ എൻ്റെ കൂടെ വരണ്ട എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിൽ സമൂഹം തന്നെ മാറി, സമൂഹം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ നിലപാടുകളൊക്കെ. അപ്പോൾ ഈ കോൺഫിഡൻസ് നമ്മളുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയൊക്കെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു അവസ്ഥ. നല്ല ബന്ധങ്ങൾ കിട്ടാനായിട്ട്, നല്ല ജോലി കിട്ടാനായിട്ട്, നല്ല ശമ്പളം കിട്ടാനൊക്കെ ആയിട്ട് ഇപ്പം നല്ല ചിരികൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇതൊരു സാമൂഹ്യ തലത്തിൽ, സൈക്കോളജിക്കൽ തലത്തിൽ ഉള്ള ഒരു ചികിത്സയാണ്. ഒപ്പം ഫങ്ഷണൽ തലത്തിലും ഈ ചികിത്സ പെടുത്തേണ്ടതാണ്. അതായത് ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള വെൽനെസ്സിന് ഇത്തരത്തിലുള്ള ഈ നേരത്തെ മെൻഷൻ ചെയ്ത ട്രീറ്റ്മെൻറ്റുകൾ, ദന്തചികിത്സകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ പ്രൈസിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ, ഈ ലോകത്തെ ഏറ്റവും കുറവ് ചിലവ്, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും കിട്ടുന്ന സ്ഥലമായിട്ടാണ് കേരളം പറയുന്നത്. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും എല്ലാവരും വന്ന് കേരളത്തിലാണ് ചികിത്സ ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല ലാബറട്ടറി സൗകര്യങ്ങളുണ്ട്, ഏറ്റവും നല്ല ഡെൻറ്റിസ്റ്റ്മാരുണ്ട്, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് സൂക്ഷിക്കണം. ഈ എല്ലാവരും കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതവിടെ ഏതൊരു പേഴ്സണലൈസ്ഡ് സ്മൈൽ തരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്ത് കാണാനും ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നേരത്തെ തന്നെ അനുഭവിച്ച് അറിഞ്ഞിട്ട് ചെയ്യുന്നതും അതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഡോക്ടർമാരെ തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ്. നല്ല ആത്മവിശ്വാസമുള്ള ചിരികളും നല്ല
ആത്മവിശ്വാസത്തോടുള്ള ജീവിതവും നിങ്ങൾക്ക് നേരെയാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോയിൽ വിശദീകരിച്ച പ്രശ്നം നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്യൂ. ചികിത്സകളെപ്പറ്റി കൂടുതൽ അറിയാൻ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക.